ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്ക്. എന്തെല്ലാം ആരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു മേക്കിംഗ് വീഡിയോ നോക്കാം കേട്ടോ. ഓർഗൻസ റിബൺ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. ഒരു ഫ്ലവർ മേക്ക് ചെയ്യാണ് കേട്ടോ. ഇതേ സെയിം തന്നെ നമുക്ക് ഗ്രോസ് ഗ്രെയിൻ റിബണോ സാറ്റൻ റിബണോ ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ റിബൺ നമുക്ക് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്നാക്കി ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഭയങ്കര ഈസിയാണ്. ഇത്രയേ ഉള്ളൂ ഒരു പെറ്റൽ മേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുക. അപ്പോൾ ഒരു പെറ്റൽ റെഡി ആയി കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നൂല് യൂസ് ചെയ്തുകൊണ്ട് തന്നെ സൂചി നൂല് ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഓരോന്നായിട്ട് കോർത്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗം കൂടി മടക്കിയിട്ട് ഉരുക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഇതായിരിക്കും കുറച്ചും കൂടി ഈസിയെന്ന് തോന്നുന്നു. ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 6 പെറ്റൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 പെറ്റൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അത്രയും എടുക്കുക. 2 അടുക്കായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ ഫ്ലവർ വേണം, ഒരു ബോയിലേക്ക് ഒറ്റ ഫ്ലവറൊക്കെയാണ് നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയിട്ട് പെറ്റൽസ് എടുക്കുക. അപ്പോൾ 9ഉം 7ഉം ഒക്കെ ആയിട്ട് എടുക്കുക. ഇനി 2 ഫ്ലവറൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചിട്ട് എടുക്കുക. ഓക്കെ. നിങ്ങൾക്ക് ആലിഗേറ്റർ ക്ലിപ്പിലോട്ടൊക്കെ വെച്ച് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എത്ര വലിപ്പം വേണോ അത്രയും പെറ്റൽസ് എടുക്കുക. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചിട്ട് വേണം പെറ്റൽസിൻ്റെ എണ്ണം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ ഞാൻ 2 ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ബോയിലോട്ട് 2 ഫ്ലവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ചെറുതുമല്ല വലുതും അല്ലാത്ത രീതിയിലാണ് ഞാനിവിടെ ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ 5 പെറ്റൽസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടിക്കെട്ടി കൊടുക്കുന്നുണ്ട്. ഓർഗൻസ റിബൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിന്നായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു ഭാഗം. ഇങ്ങനെ ഒത്തിരി അങ്ങനെ ഇറക്കി ചെയ്യണ്ട. അപ്പോൾ ഭയങ്കര കുഞ്ഞായി പോവും. ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. അതായത് കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് കെട്ടിക്കൊടുക്കുക. ഓക്കെ. അപ്പോൾ സെയിം തന്നെ നമ്മൾ സാറ്റൻ റിബൺ വെച്ചിട്ട് സെയിം വർക്ക് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ചാനലിൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കുവാണെങ്കിൽ കിട്ടും കേട്ടോ. ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹെയർ ആക്സസറീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ്, പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു സ്റ്റോണും എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കതിന് ഒട്ടിച്ചു കൊടുക്കാം. ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഒട്ടുന്ന ഏത് പശയും യൂസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കാൻ കുഴപ്പമില്ല. ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഒട്ടിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഒന്ന് ഒട്ടിച്ച് എടുക്കുക. ഇത്രയേ ഉള്ളൂ. അടുത്ത ഫ്ലവർ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം എത്ര അടുക്ക് വേണം, എത്ര സെക്ഷൻ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ എനിക്കിത് മതി. ഇത് നല്ല ഭംഗി ഉണ്ടാവും. ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. സെയിലിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒത്തിരി പെറ്റൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് ഒരുപാട് എമൗണ്ടിന് സെയിൽ ചെയ്യാനും പറ്റില്ല. നമുക്ക് നഷ്ടമായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ യൂസ് ചെയ്യേണ്ട. ഇത്ര മതി കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഇതുപോലെ 2 ഫ്ലവർ നമ്മൾ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കളറല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതേപോലെ നമുക്ക് ബോയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് അതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതായത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാറ്റിൻ കവർ ചെയ്തിട്ടുള്ള ടൈപ്പ് മെറ്റൽ ബോയ് ആണ്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അടിഭാഗത്തേക്ക് ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കണം. ഇത് നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ. വെറുതെ അങ്ങനെ ഒട്ടിച്ചാൽ പോരാ. ക്യാൻവാസിൻ്റെ ഷീറ്റ് അടിഭാഗത്തും ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ ഗണ്ണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഭാഗം ചെയ്യണം. കുറേ പേരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, ഇളകി പോരുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഡയറക്റ്റ് ചിലപ്പോൾ ബോയിലോട്ടൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് അത് ഇളകി പോരും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് ഫ്ലവറിലോട്ടും ഒട്ടിക്കണം, ബോയുടെ അടിഭാഗത്തുനിന്നും ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം അത്ര പ്രശ്നം വരത്തില്ല. പിന്നെ ഈ ഒരു സെൻറ്ററിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന ബീഡ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒട്ടുന്ന B7000 ഗ്ലൂവോ അല്ലെങ്കിൽ ഫെവി ബോണ്ടൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കും. ഇനി കഴിവതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായിരിക്കും കുറച്ച് നമുക്ക് വിശ്വസിച്ച് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുക. അപ്പോൾ എങ്ങനെയുണ്ട് ബോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ റേറ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കാമെന്ന് ചോദിച്ചാൽ 45 രൂപയ്ക്ക് മുകളിലോട്ട് സെയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ